വേസ്റ്റ് എന്ന് പറഞ്ഞാൽ അട്ടർ വേസ്റ്റ്, അത്രയും വേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേസ്റ്റ് ആയിപ്പോയി ഗൈസ്. എന്റെ കയ്യിലിരിക്കുന്ന കാശ് കൊടുത്ത് ഞാൻ ഹോട്ട്സ്റ്റാർ ചാർജ് ചെയ്തത് ഞാൻ മാത്രമല്ല, ഒരുപാട് പേരും, കേരളത്തിലുള്ള ഭൂരിഭാഗം പേരും ഹോട്ട്സ്റ്റാർ സബ്സ്ക്രൈബ് ചെയ്യുന്നത് നമുക്ക് ബിഗ് ബോസ് കാണാൻ വേണ്ടിയിട്ടായിരിക്കും. 100 ദിവസം 3 മാസത്തേക്ക് ആയിരിക്കും കൂടുതൽ പേരും ചാർജ് ചെയ്യുന്നത്. ഇതുവരെ സീസൺ 6 വരെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. ഡേ 30 ആയിട്ട് പോലും ഒരു നല്ല കണ്ടസ്റ്റൻസോ ഒരു നല്ല ഗെയിം പ്ലാനോ ഒരു നല്ല സ്ട്രാറ്റജിയോ ഒന്നും ഇന്നേ വരെ ആരുടെ ഭാഗത്തു നിന്നും കണ്ടിട്ടില്ല. കുറച്ചെങ്കിലും നല്ല പോലെ ഗെയിം കളിക്കുന്നതെന്ന് തോന്നുന്നത് അനുമോളാണ്. ബാക്കിയുള്ളവർ കുറച്ച് ഗ്രൂപ്പ്, അജിസേലിന്റെ പാവാട വെള്ളിയിൽ തൂങ്ങി നടക്കുന്ന കുറച്ച് പേര് സ്വന്തമായിട്ട് ഒരു കണ്ടന്റും ഉണ്ടാക്കാതെ മറ്റുള്ളവരെ നോക്കി കൊഞ്ഞനം കുത്തുന്ന റന. ഭയങ്കര ഇറിറ്റേഷൻ ആണ് ആ കൊച്ചിന്റെ സൗണ്ട്. ആ കുഞ്ഞിന്റെ ഒരു പോഷൻ വരുമ്പോ തന്നെ സ്കിപ്പ് അടിച്ചു പോവുകയാണ്. ആര്യൻ, എന്താണ് ആര്യനൊക്കെ കാണിക്കുന്നത്? ലാലേട്ടനോട് പോലും ഒരു ബഹുമാനം ഇല്ലാത്ത എന്തൊക്കെയാണ് പറയുന്നത്? അവന്റെ ഒരു തൊപ്പി എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത്? കുത്തിയിരുന്ന് 24 മണിക്കൂർ ലൈവ്. അതിന്റെ ഒരു ആവശ്യമില്ല ഗേസ്. വെറും ക്വാളിറ്റി ഇല്ലാത്ത കണ്ടസ്റ്റൻസ്. ഫിസിക്കൽ അസോൾട്ട് ഒന്ന് പറഞ്ഞ രണ്ടാമത്തതിന് അടിക്കാൻ പോവുക, തള്ളാൻ പോവുക. നമ്മളെ റോബിനെ എന്തിനാണ് ഡോക്ടർ റോബിനെ പുറത്താക്കിയ പോലെ അതിനേക്കാൾ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് അതിനകത്ത്. ചെരുപ്പെടുത്തെറിയുക, തലേണ എടുത്തെറിയുക, ആവശ്യമില്ലാത്ത തെറി വിളിക്കുക. വളരെ മോശം സീസൺ. അതെല്ലാം കഴിഞ്ഞിട്ട് വൈൽഡ് കാർഡ് വരുമ്പോഴെങ്കിലും കുറച്ച് നല്ല ക്വാളിറ്റി ഉണ്ടാവുമെന്ന് വിചാരിച്ചു. അത് വന്ന പാടെ വെറുതെ പേഴ്സണൽ കാര്യങ്ങൾ പറഞ്ഞ റേണു ചേച്ചീനെ ചൊറയുന്ന മസ്താനിയാണ് വന്നത്. മസ്താനി ഇന്റർവ്യൂലൊക്കെ കാണുമ്പോൾ ഇങ്ങനെയൊന്നും കരുതിയിട്ടില്ല. പേഴ്സണലായിട്ട് സ്വയമേ നിന്ന് കളിക്കുക. എന്തിനാണ് മറ്റുള്ളവരെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെട്ട് ചൊറിഞ്ഞ് സ്ട്രാറ്റജി ഉണ്ടാക്കുന്നത്? അതാണോ മസ്താനിയുടെ ഗെയിം? മനസ്സിലാവുന്നില്ല ഗൈസ്. വെറും ഫ്ലോപ്പ്, അട്ടർ ഫ്ലോപ്പ് സീസൺ. ഒട്ടും കഴിവില്ലാത്ത ആൾക്കാരെയൊക്കെ ക്യാപ്റ്റൻ ആവാൻ തെരഞ്ഞെടുക്കുക. ഈ റെനേനെ എന്തിനാണ് ക്യാപ്റ്റൻ ആവാൻ തെരഞ്ഞെടുത്തതെന്ന് എനിക്ക് തന്നെ അറിയാൻ പാടില്ല. ഈ വീട് ചിലയ്ക്കുന്ന പോലെ ഇങ്ങനെ ചിലയ്ക്കുക മാത്രമാണ് റന ചെയ്യുന്നത്. സോ ഡിസപ്പോയിന്റഡ്. നിങ്ങൾ ഇനി ചാർജ് ചെയ്തിട്ടില്ലെങ്കിൽ ആരും ചാർജ് ചെയ്യേണ്ട. ഇപ്പൊ കാണുന്ന റീലുകൾ തന്നെ വളരെ ധാരാളം എന്നേ ഞാൻ പറയത്തുള്ളൂ. എന്റെ കാശ് പോയി, നിങ്ങളുടെ കാശെങ്കിലും പോകാതിരിക്കും.